നോർത്ത് കൊറിയയും ഈ ഒരു വാറിൽ ജോയിൻ ചെയ്തെന്ന് പലരും ചോദിക്കുന്നുണ്ട്. നോർത്ത് കൊറിയ 10ഓളം ബാലിസ്റ്റിക് മിസൈൽ ജപ്പാൻ സീലോട്ട് അയച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താണ് നടക്കുന്നത് തീർച്ചയായിട്ടും പറഞ്ഞുതരാം. ഇതിനുള്ള മെയിനായിട്ടുള്ള കാരണം അമേരിക്കയും സൗത്ത് കൊറിയയും സംയുക്തമായിട്ട് ഫ്രീഡം ഷീൽഡ് എന്നറിയപ്പെടുന്ന ഒരു മിലിറ്ററി ഡ്രില്ല് ഇപ്പോൾ സംയുക്തമായിട്ട് നടത്തുന്നുണ്ട്. അതിനോടുള്ള പ്രതിഷേധമായിട്ടാണ് ഈ ഒരു 10 ബാലിസ്റ്റിക് മിസൈൽ നമ്മുടെ കിം ജോങ് ഉന്ന് അയച്ചിട്ടുള്ളത്. എന്നാൽ ഇത് മാത്രമല്ല ഈ ഒരു പ്രകോപനത്തിന് കാരണം യുഎസും ജപ്പാൻ ചേർന്ന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അവരുടെ ഒരു ഡിഫൻസ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരാണ് സ്പേസ് ഡോം അല്ലെങ്കിൽ ഗോൾഡൻ ഡോം. ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്ക് ഇതൊന്നും പേടിയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നോർത്ത് കൊറിയ ഇത്തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈലൊക്കെ ഇടുന്നത്. സാധാരണഗതിയിൽ ഭൂമിയിൽ നിന്നുള്ള ഇന്റർസെപ്റ്റുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അയൺ ഡോം ആയിക്കോട്ടെ, പാട്രിയോട്ട് സിസ്റ്റം ആയിക്കോട്ടെ, മറ്റുള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ ഈ ഒരു ഗോൾഡൻ ഡോം എന്നുള്ളത് ബഹിരാകാശത്ത് നിന്ന് തന്നെ മിസൈലുകളെ തടയാൻ ശേഷിയുള്ള തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യയാണ്. അത് നോർത്ത് കൊറിയയ്ക്കുള്ള ഒരു ഭീഷണിക്ക് പുറമെ ആയിട്ട് ചൈനയുടെ അതിവേഗ D-70 മിസൈലുകളെ കൂടി നേരിടാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഈ ഒരു പദ്ധതി 2028 പൂർത്തിയാവുന്ന സമയത്ത് നോർത്ത് കൊറിയക്ക് തീർച്ചയായിട്ടും ഒരു ഭീഷണിയാവും. അതായത് ചൈനയുടെ D-70 മിസൈലുകളെ പോലും തകർക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു സിസ്റ്റം വരുന്നത്. അതുകൊണ്ട് തന്നെ കിം ജോങ് ഉന്ന് ഞങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ ഭയങ്കര പവർഫുൾ ആണ്, ഞങ്ങൾ ഇപ്പോഴും വളരെയധികം സെറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അടുത്ത അപ്ഡേറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും